ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളാണ് അധികാരികൾ എന്നുള്ള ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡെപ്യൂട്ടി മേയറെയാണ് എനിക്കിവിടെ കൊല്ലം ജില്ലയിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ട 1350 കോടി രൂപയുടെ ബഡ്ജറ്റ് വരവും അതേപോലെ 1250 കോടി രൂപ ചെലവും അതേ 110 കോടി രൂപ മിച്ചം വെച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. ഇതെല്ലാം സാധിക്കാൻ കഴിയുമോ? ഈ ബഡ്ജറ്റ് എങ്ങനെയാണ് ഇതൊക്കെ കണക്ക് കൂട്ടി കൊണ്ടുവന്നത്? വളരെ ചുരുങ്ങിയ സമയമാണ് ബഡ്ജറ്റിന് എടുത്തിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് ഈ ബഡ്ജറ്റിന് കിട്ടിയേക്കുന്നത്. അത് കാരണം ഒരു ഇലക്ഷൻ്റെ ഡിക്ലറേഷൻ വരും എന്നുള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളത് നേരത്തെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, ഒരു അനുഭവം തന്നെയായിരുന്നു ഈ ബഡ്ജറ്റ് തയ്യാറാക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു അനുഭവമായിരുന്നു. കാരണം ബാക്കി എല്ലാ സമയത്തും നമ്മൾ ബഡ്ജറ്റ് വായിക്കുന്നു, മനസ്സിലാക്കുന്നു, എത്രമാത്രം ഫണ്ടുകൾ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നു. ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പ്രതീക്ഷകളങ്ങ് അപ്പുറത്തേക്ക് പോയാലും നടക്കാൻ പറ്റുന്ന ഒരു ആകണമല്ലോ ഈ ബഡ്ജറ്റിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. എത്രമാത്രം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഒരു 100 ദിവസം കൊണ്ട് നമ്മൾ ഏതൊക്കെ പരിപാടികളാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞങ്ങളുടെ ബഡ്ജറ്റിനകത്ത് ഞാൻ പറഞ്ഞേക്കുന്നത് മിന്നുന്ന പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ജനങ്ങളുടെ പ്രയാസങ്ങളും അവർ ദിവസവും അനുഭവിക്കുന്ന കാര്യങ്ങളും എന്താണോ, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണോ അതിനോടുള്ള സമീപനം, അടിസ്ഥാന സൗകര്യങ്ങൾ തീർച്ചയായിട്ടും അതിന് പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ പ്രോബ്ലം ഇപ്പോഴും നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ നിൽക്കും. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ജനങ്ങൾ ഞങ്ങളുടെ യജമാനന്മാരാണ്, ഞങ്ങൾ അവരുടെ ദാസന്മാരാണ്. ഈ സ്ഥാപനത്തിൽ വന്നാൽ ഒരിക്കൽ പോലും ഒരു കണ്ണുനീര് അവർക്ക് വീഴാൻ ഇടയാകത്തില്ല. അവരോടൊപ്പം നിന്നുകൊണ്ട് ഏതൊക്കെ ഫയലുകളാണോ എവിടെയൊക്കെ താമസം വരുന്നത് അതിൻ്റെ പുറകെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഈ ഒരു പീരീഡ് കൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതേപോലെ ഇനിയും അടുത്ത പ്രാവശ്യത്തേക്ക് വരുന്ന ബഡ്ജറ്റിൽ കുറേയും കൂടെ സമയം കിട്ടുകയാണ്. അത് ഞങ്ങൾ ഇപ്പോഴേ എല്ലാം തയ്യാറാക്കി വെച്ചുകൊണ്ട് ഒരു വീട് എങ്ങനെയാണോ നോക്കേണ്ടത് അതിനേക്കാളും അപ്പുറത്തുള്ള ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഈ കൊല്ലം കോർപ്പറേഷനെ പൊന്നുപോലെ സ്നേഹിക്കാൻ ഞങ്ങളുടെ ഭരണസമിതിക്ക് കഴിയും. വളരെ ചുരുക്കം കാലയളവായിട്ടുള്ള UDF ഇവിടെ ഭരണം കിട്ടുകയും അങ്ങ് ഇവിടെ ഡെപ്യൂട്ടി മേയറായും 10 വർഷക്കാലം ഈ കോർപ്പറേഷൻ വരുമ്പോൾ ജനങ്ങൾ ഇവിടുന്ന് വരികയും പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ പലപ്പോഴും ഇവിടെ എത്തുന്ന ജനങ്ങളുടെ കണ്ണുനീര് പല സ്ഥലങ്ങളിൽ വെച്ച് മാഡം കണ്ടതായിട്ടാണ് അറിവ് നമുക്കും കാണാൻ കഴിയും. എന്നുവെച്ചാൽ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ വരുമ്പോൾ ഈ ഏകാധിപതി പോലുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇവർ ആർക്കാണോ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഭരണാധികാരികൾ പറയുന്ന ചില നിഷ്കർഷിച്ച ചില ആൾക്കാർക്ക് മാത്രമാണ് ഈ ആനുകൂല്യങ്ങളും അവർക്ക് എന്ത് കാര്യമാണോ പെട്ടെന്ന് സാധിക്കുന്നതും സാധാരണക്കാരായ രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ജനങ്ങൾ പലരും വന്ന് ഇവിടുന്ന് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകൾ നിരവധി ഞാൻ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട് കൊല്ലം കോർപ്പറേഷനിൽ കഴിഞ്ഞ 25 വർഷ കാലയളവിനുള്ളിൽ. അപ്പോൾ അതൊക്കെ മനസ്സിരുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കുമോ ഇനിയുള്ള പ്രവർത്തനങ്ങൾ? ജനങ്ങൾ ഇവിടെ വരുമ്പം തീർച്ചയായിട്ടും സന്തോഷത്തോട് തിരിച്ചു പോകണം. അങ്ങനെയുള്ളൊരു ഓഫീസ് സംവിധാനവും ഭരണസമിതിയും തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ കരയാനുള്ള ഇടമല്ല, ജനങ്ങൾക്ക് സമാധാനമായിട്ട് സന്തോഷത്തോട് ചിരിച്ചുകൊണ്ട് പോകാനുള്ള ഇടമായി മാറിയിരിക്കും. നമ്മുടെ ഈ ഭരണാധികാരികൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്നതാണ്. ഈ ഭരണാധികാരികൾ പറയുന്നതനുസരിച്ച് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളൊക്കെ അവരത് മനസ്സിലാക്കി അനുസരിച്ച് ചെയ്യിപ്പിക്കാനുള്ള കാലതാമസം എടുക്കുമോ അതോ ഇനി ഉടനെ തന്നെ അവരെയൊക്കെ വേണ്ട രീതിയിൽ ജോലി ചെയ്യും? അതിനൊക്കെ മുൻ പ്രഖ്യാപിച്ചതുപോലെ ഈ ജോലി സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഒപ്പിട്ടിട്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള ചില കാഴ്ചകൾ ഇവിടെ കണ്ടുവരാറുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ഈ ഉദ്യോഗസ്ഥരോട് നമ്മൾ സ്നേഹമായി അവരോട് പെരുമാറുകയും അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിനകത്ത് ഗുണം എന്താണെന്ന് അവരെ തന്നെ നമ്മൾ ബോധിപ്പിച്ച് കഴിയുമ്പം അവർക്ക് അഭിനന്ദനം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ചെയ്യും. അതിൽ ഞാൻ വിശ്വസിക്കുകയാണ്.
എന്തായാലും പുതിയ ഭരണസമിതി ഏറ്റെടുത്തിട്ട് വളരെ നാളുകളായല്ല. പുതിയ ഈ അവസരത്തിൽ പുതിയ UDFൻ്റെ ഈ ഭരണ സംവിധാനം കൊല്ലത്തെ കോർപ്പറേഷനിലെ ജനങ്ങൾ, കോർപ്പറേഷൻ പരിധിയിലുള്ള ജനങ്ങൾക്ക് വളരെയധികം മികച്ചതാകും എന്നാണ് നമ്മൾ മേയറോടും അതേപോലെ ഡെപ്യൂട്ടി മേയറോടും ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ വളരെ മികച്ച ഒരു ബഡ്ജറ്റാണ് കൊല്ലത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. ചർച്ചകൾ നടത്തിക്കൊണ്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ വരും കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കാം. എന്തായാലും കർമ്മ ന്യൂസുമായിട്ട് അല്പനേരം ഈ തിരക്കിട്ട സമയങ്ങളിൽ പങ്കുവച്ചതിന് കർമ്മ ന്യൂസിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പൊതുജനങ്ങളോടാണല്ലോ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന മാക്സിമം ജോലികൾ അവർക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.